ഗതാഗത മന്ത്രി സി.പി. ജോൺ മാധ്യമങ്ങളോട് സംസാരിക്കും. അപ്പൊ അത് ഇന്ന് ഉണ്ട്. അപ്പൊ നമ്മളത് ഇന്നിപ്പോ പറയാം. വെയിറ്റ് ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിയട്ടെ. നമ്മൾ അവർക്കൊരു ആംനസ്റ്റി, അതായത് ഒരു വിട്ടുവീഴ്ച ചെയ്യാണ് അല്ലേ. മാർച്ച് 26 വരെയുള്ള അതിന്റെ ഡീറ്റെയിൽസ് അനൗൺസ് ചെയ്യാം. ഇന്ന് ഞങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലെ അതൊരു പ്രധാന അജണ്ടയായിരുന്നു. നിങ്ങളടക്കമുള്ള ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇളവ് കിട്ടും. ഞാൻ പോലീസിന്റെ മന്ത്രിയല്ല. അത് ട്രാൻസ്പോർട്ട് വകുപ്പിനോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പറയാം, എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. അതെ, ഫാസ്റ്റ് പാസഞ്ചർ എന്ന് പറയുന്നത് തന്നെ എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്നതിന് നമ്മൾ ഈ ഫാസ്റ്റിന്റെ ഒരു നിർവചനത്തിൽ വരുന്നതാണ്. സിറ്റിയിൽ ഓടുന്ന ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്നത് മുഴുവൻ സ്റ്റോപ്പുകളിലും നിർത്തുന്ന വണ്ടിയാണ്. അപ്പൊ അതിന് യഥാർത്ഥത്തിൽ ഈ നമ്മൾ പറയുന്ന ഈ പ്രിയദർശിനി സ്കീമിൽ ഉൾപ്പെട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു ഫാസ്റ്റ് സിസ്റ്റം ആണോ? അപ്പൊ അതൊരു ഓർഡിനറി സിസ്റ്റം അല്ലേ? എല്ലാ സ്റ്റോപ്പിലും നിർത്തി പോകുന്ന ഈ വണ്ടിയിൽ ഓർഡിനറി സിസ്റ്റം അല്ലേ? അപ്പൊ അതിനെ കൂടെ നമുക്ക് ഈ പ്രിയദർശിനി പരിധിയിൽ അങ്ങ് പെടുത്തിപ്പെടും. കാര്യം പല റൂട്ടുകളിലും ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റി ഫാസ്റ്റ് മാത്രം. ഞങ്ങളുടെ ആഗ്രഹം എക്സ്പ്രസും ഫാസ്റ്റ് പാസറും ഒക്കെ പ്രിയദർശിനി ആക്കണം എന്നാണ്. പക്ഷെ ഇപ്പൊ അതിനുള്ള അല്ല, അങ്ങനെയാണ് അൾട്ടിമേറ്റ്. പക്ഷെ ഇപ്പൊ അതിനുള്ള ഒരു നിവൃത്തിയില്ല. ഇപ്പൊ അതിനുള്ള മാർഗം ഇല്ല. അതുകൊണ്ടാണ് റൈറ്റ്. എന്തോ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാ ആഴ്ചയും ഇന്നിവിടെ കൂടിയതുപോലെ ഇന്നിപ്പോ 9:30 കൂടി 12 മണിക്ക് നിങ്ങൾ വന്നുകൊണ്ട് നിർത്തിയതാണ്. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറോളം ആഴ്ചയിൽ അതിനുവേണ്ടി ചെലവിട്ടാണ്. എല്ലാ അജണ്ടയും ചർച്ച ചെയ്യും.